ഞാൻ റെഡ് കോളിൻസ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 വാക്കുകൾ ഉൾക്കൊണ്ട അതേ മന്ത്രം കൊണ്ട് തന്നെയാണ് ന്യൂയോർക്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള യുവജനതയുടെ ഡ്രഗ്സിനോടുള്ള ആധിക്യം കുറച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അവിടെയുള്ള ഒരു കട വാടകയ്ക്കെടുത്ത് പ്രഭുപാദ സ്വാമി പൂജകൾ ആരംഭിച്ചു. അവരുടെ അമേരിക്കയിലുള്ള ശിഷ്യന്മാരെല്ലാം ചേർന്ന് കൃഷ്ണഭക്തിയെ അവിടെ പ്രചരിപ്പിച്ചു. 1965 ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ഒരു ചരക്ക് കപ്പലിൽ കയറി കൽക്കട്ടയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചു. ഈ കഥ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കില്ല. അദ്ദേഹം അമേരിക്കയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സാണ്. കയ്യിൽ നയാ പൈസയില്ല, ആരെയും പരിചയവുമില്ല. വിചാരിച്ചത് സാധിക്കാനുള്ള യാതൊരു മാർഗവും അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പരിശ്രമം ഒരു അന്തർദേശീയ പ്രസ്ഥാനം ഉടലെടുക്കുവാനുള്ള കാരണമുണ്ടായി. പഴയ ഭക്തി സൂക്തങ്ങൾ തർജ്ജമ ചെയ്ത ഒരു പുസ്തകം മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. ലൗകിക ജീവിതത്തിനെതിരായിട്ട് ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുമൂലമേ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കണം. അതായിരുന്നു എന്റെ ആഗ്രഹം, അതായിരുന്നു എന്റെ ലക്ഷ്യം. അദ്ദേഹം അമേരിക്കയിലെത്തിയ സമയത്ത് മറ്റു ചില സമരങ്ങൾ കാരണം ശാന്തിയും സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ നിലവിലുണ്ടായിരുന്നത്. വളരെ പ്രത്യേകതയുള്ളൊരു സമയത്താണ് പ്രഭുപാദ അമേരിക്കയിൽ എത്തിച്ചേർന്നത്. ഞാൻ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ രേഖാമൂലം എഴുതി തന്നത് പാലിക്കുക. എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതമാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. റെഡിയായിരുന്നുള്ളൂ, ശീലമാക്കൂ, ഉയരത്തിലേക്ക് പൊക്കോളൂ. തിമോത്തി മയക്കുമരുന്ന് വിൽക്കുന്നവരെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് വേണ്ടതായിരുന്നില്ല. മയക്കുമരുന്നിന് പകരം വേറൊരു സാധനമായിരുന്നു ഞങ്ങൾക്കപ്പോ വേണ്ടിയിരുന്നത്. പെട്ടെന്ന് കിഴക്ക് ദേശത്തുനിന്ന് ഒരു പുതിയ ശക്തി എത്തിപ്പെട്ടു. അത് അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയെപ്പറ്റി അറിയാനുള്ള സാധ്യതയുണ്ടായി. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ജ്ഞാനവും ആത്മീയതയും ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരവസ്ഥ അവർക്ക് നേടുവാൻ സാധിച്ചു. പ്രഭുപാദ അമേരിക്കയിൽ എത്തിച്ചേർന്നത് വളരെ ചരിത്രപരമായ ഒരു സംഭവം നടക്കുന്ന സമയത്തായിരുന്നു. ശരിയായ സമയത്തായിരുന്നു അദ്ദേഹം എല്ലാവരുടെയും മധ്യത്തിലേക്ക് വന്നിറങ്ങിയത്. അവര് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയായിരുന്നത്. അവരെ കണ്ടപ്പോ തന്നെ എനിക്ക് വളരെ ആശ്ചര്യമാ തോന്നിയത്. വാവ്! അദ്ദേഹം ആത്മീയ സുഖം സ്വയം അനുഭവിക്കുകയായിരുന്നു. അദ്ദേഹം വന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇതുപോലുള്ള അനുഭവമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മീയത ഉണർത്താനുള്ള കഴിവോ ഈ സ്ഥലത്തിന് ഉണ്ടായിരുന്നില്ല. അത് വളരെ ആശ്ചര്യമായിരുന്നു. അദ്ദേഹം ആരംഭിക്കാൻ പോകുന്ന പ്രസ്ഥാനം തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന സമൂഹത്തിന് തീർച്ചയായും ഒരു മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രഭുപാദ ഒരു നല്ല സംസ്കാരത്തെയും അദ്ദേഹത്തിന്റെ മുൻ ആചാര്യന്മാരുടെ ഉപദേശങ്ങളും ഞങ്ങൾക്ക് പകർന്നു നൽകി. എല്ലാവരും വിശ്വസിക്കുന്നു ഞാനൊരു അമേരിക്കൻ, ഞാനൊരു ഇന്ത്യൻ, ഞാനൊരു യൂറോപ്യൻ, ഞാനൊരു ആസ്ട്രേലിയൻ. പക്ഷേ നമ്മളൊന്നും വെറും ശരീരം മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു ദൈവശക്തിയുണ്ട്. എതിരാളി ഒരു ആത്മാവായിട്ടോ എന്നെ പോലെ ശരീരത്തിനുള്ളിൽ ജീവൻ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയായിട്ടോ കാണാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് മാറുന്നതാണ്. അവര് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇത് വളരെ ആഴത്തിലുള്ള ഒരു അറിവാണ്. ഞങ്ങളുടെ ലൗകിക ജീവിതത്തിന് അദ്ദേഹം ഒരു വെല്ലുവിളി തന്നെ ഉയർത്തിയിരുന്നു. അത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒത്തിരി പേര് കാത്തിരുന്നത്. എന്റെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്തെന്നാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നതാണ്. മറ്റൊരുവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സന്തോഷവാനായിരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണമെന്നാണ് നമ്മൾ കരുതേണ്ടത്. അതെങ്ങനെ സന്തോഷമായിരിക്കണമെന്ന് നമ്മൾ അവരെ അറിയിച്ചു കൊടുക്കണം. ഹരേ കൃഷ്ണ എന്ന മന്ത്രം എന്ന പ്രസ്ഥാനം തുടങ്ങിവെച്ച മഹാനായ സ്വാമി. ന്യൂയോർക്ക് പട്ടണം 1965.
ന്യൂയോർക്ക് നഗരത്തിന്റെ തിരക്കിലൂടെ ഞാൻ നടന്നുകൊണ്ടിരുന്ന ഒരു സമയം. എന്റെ നോട്ടം മുഴുവനും ആ 5-ാമത്തെ അവന്യൂവിലായിരുന്നു. സുഹൃത്തുക്കൾ ആരും തന്നെയില്ല. എന്റെ കയ്യിലൊന്നും തന്നെയില്ല. ഞാനൊരു നാടോടിയെ പോലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രഭുപാദർ ആദ്യം ഒരു ഓഫീസ് കെട്ടിടത്തിലാ താമസിച്ചുകൊണ്ടിരുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം മാറിക്കൊണ്ടേയിരുന്നു. പ്രിയ പ്രദേശവാസികളെ, കടുത്ത ശൈത്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂയോർക്ക് നഗരം മുഴുവൻ മഞ്ഞൾ കുളിച്ചു നിൽക്കുകയാണ്. 8 ഇഞ്ച് വരെ കനത്തിൽ മഞ്ഞവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക. ഈ മഞ്ഞിനെ കുറിച്ചൊന്നും അദ്ദേഹം ഒട്ടും ബോധവാനേ ആയിരുന്നില്ല. ഈ മഞ്ഞ് അദ്ദേഹം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ ന്യൂയോർക്കിലൊരു ക്ഷേത്രം പണിയണമെന്നുള്ള ആഗ്രഹം എന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. എനിക്ക് പിന്തുണയും സഹായവും തരണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള പല മേലധികാരികൾക്കും അദ്ദേഹം കത്തുകളും എഴുതിയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞോ സഹായം ചെയ്യാമെന്ന് പറഞ്ഞോ ഒരു മറുപടിയും തിരികെ വന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായി. ഒരു അപരിചിതനെ പോലെ അന്യഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതാ ഒരു ബർഗർ, വളരെ വലുത്. നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണിത്. അതെ അതെ അതെ. വൗ. ഞാൻ എന്താണ് ചെയ്യുക? ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലവർ ആനന്ദം കണ്ടെത്തുന്നു. ഇവരെ ഇതിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കും? തത്വമൂല്യങ്ങൾ അവരെ എങ്ങനെ മനസ്സിലാക്കും? അവരെന്നോട് നാട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പോലെ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് ഇവരുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈഫ് മാഗസിൻ പത്രം അമേരിക്കയെക്കുറിച്ചൊരു ലേഖനം എഴുതി. അതിൽ അമേരിക്ക ഒരു വലിയ തൊഴിൽ ദാതാക്കളുടെ രാജ്യമായിട്ടാണ് എഴുതിയത്. പരുക്കന്മാരായ തന്റേടികൾ, ചോദ്യം ചോദിക്കാനുള്ള അധികാരം, ഇതെല്ലാമുള്ള സ്ഥലത്ത് അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശം സ്വയം നിയന്ത്രണം എന്ന ആശയമാണ്. ആഗ്രഹങ്ങൾ ലഘൂകരിക്കുക, കൃഷ്ണനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക, ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഇതെല്ലാം പറയുന്നത് അപകടകരമായ കാര്യമാണ്. എന്നാൽ അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. കാരണം അത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കൽപ്പനയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, അവിടെയെല്ലാം കൃഷ്ണന്റെ സ്തുതിവചനങ്ങൾ പ്രചരിപ്പിക്കുക, ലോകം മുഴുവൻ അറിയിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ കൽപ്പന. ഞാൻ തർജ്ജമ ചെയ്യുവാൻ തീരുമാനിച്ചു. എന്റെ കൈവശമുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ കോപ്പികളെടുത്ത് ഒരുപാട് യാതനകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ബുക്ക് സ്റ്റാളുകളിലേക്ക് ചെന്ന് എന്റെ പുസ്തകങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. ന്യൂയോർക്ക് നഗരം വളരെ ആഡംബരം നിറഞ്ഞതാണ്. പക്ഷേ ഞാൻ വെറുമൊരു സാധാരണക്കാരൻ. എന്റെ കൈവശമുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററും ടേപ്പ് റെക്കോർഡർ തുടങ്ങിയ എല്ലാം തന്നെ മോഷണം പോയി. അതെന്റെ ഉള്ളിൽ വളരെയേറെ മനപ്രയാസത്തിന് കാരണമായി. ഞാൻ തുറമുഖത്ത് ചെന്ന് ഇന്ത്യയിലേക്കുള്ള അടുത്ത കപ്പൽ എപ്പോഴാണ് പോകുന്നതെന്ന് ഞാൻ വിശദമായി തിരക്കി. 2-3 പ്രാവശ്യം അദ്ദേഹം അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി, നിങ്ങൾ പല പ്രാവശ്യം വന്ന് ചോദിക്കുന്നു കപ്പൽ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നതെന്ന്. പക്ഷെ നിങ്ങൾ പോകുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ഞാൻ നിസ്സഹായനായിരുന്ന സമയത്ത് ഒരു കവിത എഴുതി. കൃഷ്ണ, എന്തിനെന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു? എന്നെക്കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയും? പക്ഷേ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് പിന്നിൽ തീർച്ചയായും ഒരു കാരണമുണ്ടായിരിക്കും. കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. സാധാരണ ഈ സ്വാമിമാരെല്ലാം ഈ പണക്കാരുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവരുടെ കൂടെ ജീവിച്ചോണ്ട് അവരിൽ നിന്ന് സമ്മാനമൊക്കെ കൈപ്പറ്റി ഇങ്ങനെ ജീവിച്ചു പോരുകയാണ് പതിവ്. ഞങ്ങൾ കൃഷ്ണമൂർത്തിയെ കണ്ടെത്തി. അദ്ദേഹം അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ വളരെ ആഡംബരത്തോടു കൂടി ഫർണിച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ല സൗകര്യത്തോടു കൂടിയാണ് ജീവിച്ചത്. എന്നാൽ ഈ ഭക്തി വേദാന്ത കൽക്കട്ട പോലെയുള്ള ഒരു നഗരത്തില് ഹിപ്പികൾ ജീവിക്കുന്ന സ്ഥലത്ത് ഈ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ക്രൂരന്മാരും ഒക്കെയുള്ള വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് അദ്ദേഹം
ജീവിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ധകാരമായിരുന്ന ഒരു സ്ഥലത്തേക്ക് വെളിച്ചം കടന്നു വരുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ അവിടുത്തെ സാമീപ്യം അനുഭവപ്പെട്ടത്. ആവശ്യക്കാർക്ക് അത് പ്രയോജനപ്പെട്ടെന്ന് പറയാം. ഞാനൊരു ഹിപ്പി ആയിരുന്നെങ്കിലും എനിക്ക് അറിയാനുള്ള ആഗ്രഹം വളരെ കൂടുതലായിരുന്നു. കാരണം ഞാൻ മുടി നീട്ടി വളർത്തിയ ഒരാളോ അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളോ ആയിരുന്നില്ല. പക്ഷെ എന്തിനെക്കുറിച്ചും അറിയാനുള്ള ഒരു ആകാംക്ഷ എന്നിൽ വളരെ കൂടുതലായിരുന്നു. പ്രഭുപാതയെ ഞാൻ ആദ്യമായി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൻഹാട്ടനിലെ ഒരു സ്ട്രീറ്റിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി അതിലൂടെ നടന്നു പോകുന്ന ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് വെള്ളപ്പേപ്പറിൽ എഴുതിയൊരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്നിവിടെ ഒരു സ്വാമി എത്തിയിട്ടുണ്ടെന്ന്, നീ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോയി കാണണമെന്ന് അവൻ പറഞ്ഞു. ഞാൻ ആദ്യമായി പ്രഭുപാതയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം പ്രായം ചെന്ന ആളും അറിവുള്ള ആളും ഒറ്റയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന ആഗ്രഹം എനിക്ക് തോന്നി. ഞാൻ തെരുവുകളിലൂടെ ചുറ്റിക്കൊണ്ടിരുന്ന സമയം ഇവിടെയുള്ള ചെറുപ്പക്കാർ എന്നെ കണ്ടു. ഓരോരുത്തരായി എന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ മുകുന്ദനോട് ഒരു അപ്പാർട്ട്മെന്റ് നോക്കാൻ പറഞ്ഞു. ദിനപത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലത്ത് വില്ലേജ് വോയിസ് എന്നൊരു പത്രത്തിൽ 24 രണ്ടാമത്തെ അവന്യൂയെ പറ്റി ഒരു പരസ്യം വന്നു. ആദ്യം അത് ഗിഫ്റ്റ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു. അവര് ആ ബോർഡ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പ്രഭുപാദ് അത് വേണ്ട എന്ന് പറഞ്ഞു. എന്തെന്നാൽ ഞാനും ഇവിടെ നിന്ന് ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. സാധാരണ 7 അല്ലെങ്കിൽ 8 പേരാണ് അവിടെ ഉണ്ടാകാറുള്ളത്. ചിലർ അന്വേഷണാത്മകമായി അവിടെ വന്നവര്, ചിലർ ഹിപ്പികള്, ചിലർ അവിടുത്തെ സ്പന്ദനം അടുത്തറിഞ്ഞവരായിരിക്കും. അങ്ങനെ പലതരത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ വന്നു ചേർന്നത്. ഞാൻ ഇപ്പോഴാ വന്നത്. ഞാൻ ആകെ ക്ഷീണിതനായിരുന്നു. ഒരു ദിവസം ഇവിടെ താമസിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്? ആ, അതെ. ഇവിടെ പൊതുവായിട്ടൊരു സംഭവം നടക്കാറുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ കാണാനായിട്ട് ഒരുപാട് പേർ വരാറുണ്ട്. പക്ഷെ അവരാരും തിരിച്ചു പോകാറില്ല. ഇവിടെ വന്നു പോയാൽ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ തന്നെ ഉണ്ട്. അവരുടെയൊക്കെ മനസ്സില് ഒരു സമാധാനവുമില്ല. ഈ ലോകത്ത് ശാന്തിയില്ല. അതാണ് അവർ തേടിയത്. പ്രഭുപാത വളരെ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. സത്യം പറഞ്ഞ കാഷായ വേഷം ധരിച്ചവരെ ഞങ്ങൾക്ക് ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ടീച്ചിങ്ങിലോ യാതൊരുവിധ ഹിപ്പോക്രസിയും ഉണ്ടായിരുന്നില്ല. ഒരു ദൈവിക മാർഗത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. പ്രഭുപാതയുടെ ഒരു അത്ഭുതകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും അനുകമ്പയായിരുന്നു. അമ്പലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം നല്ലൊരു പാചക വിദഗ്ധനും കൂടിയായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ആഹാരം വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ നൽകിയ വിരുന്നിനാണ് അവരെല്ലാവരും വന്നത്. ഓരോ ഞായറാഴ്ചയും ചുരുങ്ങിയതൊരു 200 പേർക്കെങ്കിലും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 വരെ ആൾക്കാരുണ്ടാകും. ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്. അദ്ദേഹം പകർന്നു തന്നത് ഒരു സ്വാദോ ആരോഗ്യമോ ആയിരുന്നില്ല. എന്തോ പ്രത്യേകതയുള്ള ഒരു ഉണർവായിരുന്നു അത്. ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ കൂടുതലായി പഴങ്ങളും ധാന്യങ്ങളും കഴിക്കണമെന്ന്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു പ്രത്യേകത കണ്ടത്. ഒരുപാട് ദിവസം കേടാവാതിരിക്കുന്നതും സ്വാദിഷ്ടവുമായിരുന്നു. നമുക്ക് പെട്ടെന്ന് പാചകം ചെയ്യാനും കഴിയുന്നതാണ്. നല്ലൊരു സുഖമുള്ള അനുഭവമായിരുന്നു. ബോറിയിൽ വെച്ച് നൽകിയ ആദ്യത്തെ സ്നേഹവിരുന്നിന് വളരെയേറെ സന്തോഷവും സുഖവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഇനിയും എടുക്ക് എന്ന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു, വളരെ സ്നേഹത്തോടെ. വിരുന്നിന് വന്നവർക്കെല്ലാം അദ്ദേഹത്തെ ഒരു സുഹൃത്തിനെ പോലെ തോന്നി. അദ്ദേഹവും അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. പ്രഭുപാദർ പാത്രങ്ങൾ കഴുകുന്നതിനു വേണ്ടി ബാത്റൂമില് മറ്റ് ജോലിക്കാരോടൊപ്പം അവരെ സഹായിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുകയായിരുന്നു. അവസാനം അവര് തന്നെ വന്നു ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന്. അദ്ദേഹം അറിവില്ലാത്തവരെ മറ്റുള്ളവരെ കണ്ടിരുന്നില്ല. എന്നാൽ അവരിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അവരോട് തങ്ങണമെങ്കിൽ അല്പമെങ്കിലും അധ്വാനിക്കണമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ട ഒരുപാട് ജോലികൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ അടുത്തിടെ ഞങ്ങൾ 2 മൈമോഗ്രാഫ് മെഷീൻസ് വാങ്ങി. അത് വെച്ചാണ് ഞങ്ങളിപ്പോൾ പ്രിന്റിംഗ് ചെയ്യുന്നത്. എന്റെ ശിഷ്യന്മാരിൽ കുറച്ചുപേർ മയക്കുമരുന്നിന് അടിമയായിരുന്നു. എന്നാൽ ഇപ്പോഴവരതെല്ലാം ഉപേക്ഷിച്ചു. അവരിപ്പോൾ മാംസഭക്ഷണം കഴിക്കാറില്ല. അവരാരും തന്നെ മദ്യം, സിഗരറ്റ് ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാതായി. പ്രഭുപാദ അവിടെ ചില നിയമങ്ങൾ ഉണ്ടാക്കി. അതായത് ആത്മീയമായി നിങ്ങൾക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അവിടെ ചെയ്യണം. ശുദ്ധമായ ജീവിതം ദിവസവും ജപിച്ച അതിന്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. എന്റെ കടമ
ഹരേ കൃഷ്ണ എന്ന് ജപിക്കലാണ്. ഈ മഹാമന്ത്രത്തിന്റെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഇതൊരു ആത്മീയമായ അറിവാണ്. ജാതി, മതം, വേഷം, അന്തസ് അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാത്തരം ജനങ്ങൾക്കും പങ്കുകൊള്ളാവുന്ന ഒന്നാണ്. എന്തെന്നാൽ ഇത് ആത്മാവിന്റെ ഉള്ളിൽ നിന്നും വളരെ ആഴത്തിൽ നിന്നും നേരിട്ട് വരുന്നതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായി ചെയ്തു തന്ന കാര്യം പ്രാർത്ഥിക്കാനുള്ള രീതികൾ പറഞ്ഞു തരിക എന്നതായിരുന്നു. ഇത് സത്യവും ശക്തവുമായ ഒരു രീതിയായിരുന്നുകൊണ്ട് എല്ലാവർക്കും അത് നന്നേ ബോധിച്ചു. നമ്മൾ റേമണ്ട് 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 എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാല് അതൊരിക്കലും ഇതിന് തുല്യമാകില്ല. പക്ഷെ കൃഷ്ണനെ കുറിച്ചുള്ളതാകുമ്പോൾ അത് ദൈവത്തിലേക്ക് എത്തും. നമ്മൾ പാടുമ്പോഴോ ആടുമ്പോഴോ നമ്മുടെ മനസ്സ് മുഴുവനും ദൈവത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുമേലെ എന്ത് വേണം? നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും, ഇനിയിപ്പോ ആരെങ്കിലും ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെയും ഒരാൾക്ക് എനിക്ക് വേണ്ടി മുഴുവൻ സമയവും ജപം ചെല്ലുവാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഡ്രഗ്സിന് അടിമപ്പെട്ടവര് വളരെ മോശമായ രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് അത് ഗംഭീരമാണെന്ന് വിചാരിക്കും. നമ്മൾ ഉയർന്ന രീതിയിൽ ഒരു കാര്യം ചെയ്താലും അതിന്റെ കുറവുകളും നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് അവർ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്ന് അവർ വിചാരിക്കും, പക്ഷേ ശരിക്കും ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആ സമയത്ത് ഒന്നിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞങ്ങൾ എങ്ങനെയിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഈ പ്രഭുപാദയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ ജനങ്ങളെ കൂട്ടുമ്പോൾ അത് അസാധ്യമായിരിക്കുമെന്ന് തോന്നി. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി തുടർ വിദ്യാഭ്യാസം നടത്തി വക്കീലാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും അന്ന് ചെയ്തിരുന്നു. എന്നാൽ എന്റെ പിതാവ് അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. എന്നാൽ ഞാൻ ഇങ്ങനെയാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എനിക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ടാകട്ടെ എന്ന് അദ്ദേഹം കരുതി. ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ പണം സമ്പാദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കൽക്കട്ട 1902. ഞങ്ങൾ എല്ലാവരും ഉറങ്ങുന്ന സമയം. എന്നാൽ അദ്ദേഹം അപ്പോഴും ആരതി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഡിങ് ഡിങ് എന്ന് മണിയടിച്ച്. പൂജയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, എനിക്ക് ഈ വിഗ്രഹം തരുമോ? ഞാൻ പൂജ ചെയ്യാമെന്ന്. എന്റെ അച്ഛൻ അപ്പോൾ തന്നെ എനിക്ക് രാധയും കൃഷ്ണനും ഇരിക്കുന്ന ഒരു ചെറിയ വിഗ്രഹം വാങ്ങിത്തന്നു. ഞാൻ അദ്ദേഹത്തെ പോലെ പൂജ ചെയ്യാൻ തുടങ്ങി. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന അരിമണികൾ പോലും മനുഷ്യനിർമ്മിതമല്ല, ദൈവമാണ് തരുന്നതെന്ന് ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. അത് ദൈവത്തിന്റെ കരുണ. അതാണ് ദൈവനിശ്ചയം. ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഒരു ശരാശരി ജീവിതവും വളരെയേറെ സമാധാനത്തോടെ തന്നെ ജീവിക്കുന്നവരുമാണ്. ഇതൊരു ദൈവകടാക്ഷമാണ്. ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ കൃഷ്ണഭക്തി മാത്രമായിരിക്കും. ഇന്ത്യയുടെ ആത്മീയപരമായ ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് വെളിപ്പെടുന്നത് എന്ന് വെച്ചാൽ, മനുഷ്യനും അവന്റെ ആത്മീയമായ ഉണർവുകൾക്കും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. 500 വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണഭക്തിക്ക് മുന്നോടിയായിട്ട് ശ്രീ ചൈതന്യ എന്നൊരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഈ ലോകത്തില് 15ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ അവതരിച്ചു. ശ്രീ ചൈതന്യയുടെ ലക്ഷ്യം നിരാലംബരുടെ ഉന്നമനമായിരുന്നു. ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ പാടിയും മാടിയും സന്തോഷിപ്പിക്കാൻ ഇട നൽകും. ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും ഈ ആത്മീയത വിളംബരം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് 1000 കോടിക്കണക്കിന് ആളുകളെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് സന്തോഷത്തിലേക്ക് ആനയിക്കാൻ സഹായിച്ചു. ഇത്തരത്തിലുള്ള മാറ്റം എന്തിനാണെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു. നമ്മുടെ ആത്മാവ് ഒന്നാണെന്നും നമ്മുടെ ശരീരം അഴിഞ്ഞു പോകുന്നതാണെന്നും മനസ്സിലായി. നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാം സഹോദരി സഹോദരന്മാർ, ഒരേ കുടുംബം, ഒരേ ആത്മാവ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി എന്നീ എല്ലാത്തരം മതസ്ഥരും രാമസങ്കീർത്തനത്തിൽ മുഴുകിച്ചേർന്നു. അവരോരോരുത്തരും തെരുവുകളിലേക്ക് ഇറങ്ങി അവിടെയുള്ള ഓരോ വീടുകളിലേക്കും പോയി. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാമം വെറുതെ ഉച്ചരിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കണ്ടോ?
ദൈവത്തിന്റെ പേരും വിലാസവും നിങ്ങൾക്കറിയാമോ? പിന്നെന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല? അതിനുശേഷം പ്രഭുപാദ ഒരു നൂതനമായ കാര്യമാണ് അമേരിക്കയിൽ ചെയ്തത്. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ചൈതന്യ മഹാപ്രഭു ചെയ്തതുപോലെ ജപവും നൃത്തവും സങ്കീർത്തനവും സമന്വയിപ്പിച്ച് തെരുവുകളിലേക്ക് കൊണ്ടുവരേണ്ട സമയം ഇതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ടോംകിൻസ് സ്ക്വയർ പാർക്ക് 1966 ഒക്ടോബർ 9. അവരാരും തന്നെ ഇതുപോലൊരു വ്യക്തിയെ മുൻപ് കണ്ടിട്ടേ ഇല്ല. ശരിക്കും അദ്ദേഹം ഒരു പ്രതിഭാസം തന്നെയായിരുന്നു. മറ്റാരിലും തന്നെ അത് കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പ്രധാനമന്ത്രിയെ പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അദ്ദേഹം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകം തന്നെ അദ്ദേഹം കീഴടക്കി. ഒരു കടല് പോലെ. അത് ഓർക്കുമ്പോ തന്നെ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ കയ്യിലൊരു വാദ്യോപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് അതിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതൊരു സാന്ദ്ര താളമായി ജനങ്ങളിലേക്ക് എത്തിക്കും. കാരണം അദ്ദേഹത്തിലൊരു മാന്ത്രികതയുണ്ടായിരുന്നു. അത് വളരെ വിശ്വസനീയവുമായിരുന്നു. അത് ലോകത്തിലുള്ള എല്ലാവരെയും അദ്ദേഹത്തിലേക്ക് ആകർഷിപ്പിച്ചു. ഞാൻ വളരെ ദൂരെ നിൽക്കുമ്പോൾ തന്നെ ആ താളം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഞാനും ആ താളത്തിനോട് ചേർന്ന് പാടാൻ തുടങ്ങി. ഞാൻ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ വളരെ അത്ഭുതപ്പെട്ടുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ മന്ത്രത്തെ തേടി ഇന്ത്യയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നതാണ്. ഒരു ഗുരു ആ മന്ത്രത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്, തികച്ചും സൗജന്യമായിട്ട്. കൃഷ്ണനാമം ജപിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പൗരാണികമാണ്. അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുമ്പോൾ ഭഗവാനിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വലിയൊരു ശക്തിയായി അത് മാറാറുണ്ട്. ഈ ലോകത്തിലുള്ളവരെല്ലാം ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിയാൽ എന്താ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർ ഈ മന്ത്രത്തെ അതിന്റെ മൂർധന്യത്തിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് ശുദ്ധമായി തീരും. അതിനുശേഷം അവരാരാണെന്നുള്ള ശരിയായ അറിവ് അവർക്ക് തന്നെ മനസ്സിലാകും. സമൂഹത്തിലിരിക്കുന്ന എല്ലാ തേജസ്സുകളെയും അത് ശുദ്ധീകരിക്കും. അത് മാത്രമല്ല, ആശ്ചര്യം തോന്നുന്ന തരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ ഒരു ചിത്രം അച്ചടിച്ചു വന്നു. അതിനൊരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. സ്വാമിജിയുടെ പേര് ആ പാർക്കിലെ ആനന്ദത്തിന് ഉണർവേകുന്നു. പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ പത്രങ്ങളിൽ മുഖ്യമായ പത്രമാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന്. ഇതിൽ വന്ന ഒരു ആർട്ടിക്കിൾ എന്നിലെ പ്രവൃത്തികൾക്ക് ഒരു തുടക്കം കുറിക്കുന്നവയായിരുന്നു. അദ്ദേഹം എന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, കൊള്ളാലോ, ഈ ചെറുപ്രായത്തിൽ തന്നെ നീ ഇത്രയേറെ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ എന്ന്. അതിന് ഞാൻ അദ്ദേഹത്തോട് അതേ സ്വാമിജി എന്ന് മറുപടിയും പറഞ്ഞു. വേറൊന്നും എനിക്ക് ഇത്രയും സന്തോഷം തന്നിട്ടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഒച്ചത്തിൽ അതിമനോഹരമായി ചിരിച്ചു. അത് തന്നെ, അതാണ് ആവശ്യമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്റെ കൂടെ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കുവാനായി ഭഗവാൻ എനിക്ക് ചെറുപ്പക്കാരെ നൽകുകയുണ്ടായി. ഞാൻ ഹിപ്പികളെ കുറ്റം പറയുന്നില്ല. ഇപ്പോഴത്തെ ഈ ആധുനിക യുഗം അവരെ തെറ്റിലേക്ക് നയിച്ചു. അവരെന്തോ പ്രത്യേകതയുള്ള വിഷയങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. 1960കളില് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പലരും പല ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു.
ലോകം ഒരു ദുഃഖകരമായ ഇടമാണ്. അത് ഇനിയും മോശമായിക്കൊണ്ടിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് ഭാരമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ അതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് ശ്രീല പ്രഭുപാദിയും അത് തന്നെയാണ് നോക്കിയത്. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു. ഞാനൊരു ഗാന്ധിയൻ അനുഭാവിയായിരുന്നു. 1920 അഹിംസാ പ്രസ്ഥാനത്തില് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചു. പ്രഭുപാദ ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനായി. അതിന് കാരണം താങ്ങാവുന്നതിനപ്പുറമുള്ള ചൂഷണങ്ങളും അഹിംസയും മറ്റുമായിരുന്നു. ഇതിനെതിരെ ഒത്തിരി പോരാട്ടങ്ങളും നടത്തി. ഗുരുവിനെ കണ്ടതിന് ശേഷം അതെല്ലാം മാറി മറിഞ്ഞു. എല്ലാത്തിനും മുകളിലായിട്ട് പരമപ്രധാനമായിട്ട് ഒരു ശക്തി ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രീയമാവാൻ പാടില്ല, ആത്മീയമായിരിക്കണം. കൽക്കട്ട 1922 ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ അരികത്ത് എന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഭക്തി സിദ്ധാന്ത പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൽ ആത്മീയ ഉണർവുകൾ ഉണ്ടാക്കി. അദ്ദേഹം 5000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആചാര്യ പരമ്പരയിൽപ്പെട്ട ഒരംഗത്തിന്റെ പിന്തലമുറക്കാരനായിരുന്നു. ഭക്തി സിദ്ധാന്തയുടെ ഏറ്റവും വലിയ ഉപദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നീ ഒരു ആത്മാവാണ്. നിന്റെ ഉണർവുകളാണ് ഈ ശരീരത്തെ ജീവനിലൂടെ നയിക്കുന്നത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? ഇത് നിരന്തരമാണ്. ഇത് പൂർണ്ണജ്ഞാനം നേടിയതാണ്. ഇത് ആനന്ദമയമാണ്. ഇത് പരമാനന്ദമാണ്. നീ എന്തുകൊണ്ടാണ് നിന്റെ കിഴക്കൻ നാടുകളില് ഇത് പ്രചരിപ്പിക്കാത്തത് എന്ന് എന്നോട് ചോദിച്ചു. അതൊരു വലിയ മുന്നേറ്റത്തിന്റെ തുടക്കമായിരുന്നു. അതിന്റെ ലക്ഷ്യം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രവൃത്തികൾ ആര് കേൾക്കാനാണ്? കാരണം ഞങ്ങൾ മറ്റൊരു നാട്ടിൽ അടിമകളെ പോലെ ജീവിക്കുന്നവരാണ്. പക്ഷെ എന്റെ ആ വാക്കുകളെ ആ സമയത്ത് അദ്ദേഹം അംഗീകരിച്ചില്ല. ദേശീയവാദമായാലും അസ്വാതന്ത്ര്യമായാലും ഇസമായാലും ഏതൊരു വാദമായിക്കോട്ടെ, അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിത്യമായുള്ളത് നാം നമ്മെ തിരിച്ചറിയുന്നതാണ്. അതാണ് ആത്മജ്ഞാനം. അത് ഈ ലോകത്തിനോടുള്ളൊരു സന്ദേശമാണ്. അത് ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും കയ്യിലെത്തിച്ചേരണം. ഞാൻ ആശ്ചര്യം കൊണ്ട് സ്തബ്ധനായി നിന്നുപോയി. ആത്മീയമായി അറിവ് നേടുന്നതിന് ശരിയായ വ്യക്തി ഇദ്ദേഹമാണെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. എന്തൊരു ആശ്ചര്യമായിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ ഒരാളുടെ ജീവിതം ഇത്രമേൽ മാറി മറിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഞാൻ ഉടനെ അദ്ദേഹത്തോടൊപ്പം ചേരുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടായി. അതെന്നെ പിന്തിരിപ്പിച്ചു. എന്നാൽ അദ്ദേഹമാണ് എന്റെ ആത്മീയ ഗുരുവെന്ന് ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടു. അലഹബാദ്, ഇന്ത്യ, 1936. ആ സമയത്ത് ഞാനൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയായിരുന്നു. ആ തിരക്കേറിയ മാർക്കറ്റിനകത്തുള്ള ആ കടയുടെ ഉടമസ്ഥൻ ഞാനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്റെ വ്യാപാരം വളരെ ഉന്നതിയിലെത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗുരു മറ്റൊരാവശ്യം ഉന്നയിച്ചു. ഇപ്രാവശ്യം അത് കത്തുമുഖേനയായിരുന്നു. എന്റെ കയ്യിൽ നിന്നും നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ കത്ത് അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് എല്ലാവരുടെയും കൈകളിൽ എത്തിക്കുക. അത് നിനക്കും നന്മ നൽകും, അത് വായിച്ചു കേൾക്കുന്നവർക്കും നന്മ നൽകും. ഇതാണ് ഉപദേശമെന്ന ആ കുറിപ്പിലുണ്ടായിരുന്നു. അതിനുശേഷം 1936 അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ഇപ്പൊ വിപണി മൂല്യമെല്ലാം ഉയർന്നു കഴിഞ്ഞു.
1939 രണ്ടാം ലോകമഹായുദ്ധം ഏതെങ്കിലും ഒരു വഴിയിലൂടെ തന്നെ സാധ്യമാകില്ല എന്ന് കരുതുന്ന ഈ കാര്യങ്ങളെയെല്ലാം സാധ്യമാക്കുക തന്നെ വേണം. ആയിരത്തി 1944 ഞാൻ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നൊരു പത്രം ആരംഭിച്ചു. അന്നായിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ജന്മദിനം. ജനങ്ങളുടെ അമിതമായ ആഗ്രഹങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായതെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രാജ്യത്തിനും ജനങ്ങൾക്കും ഉണ്ടായ വേർപാടുകൾ ആത്മീയ സത്യങ്ങളിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുമെന്ന് അദ്ദേഹം എഴുതി. ഇന്ത്യ വിഭജനം 1947. അക്രമം നടന്നിരിക്കുന്നു. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ മരിച്ചുപോയതിനു ശേഷം ആരാണ് ഹിന്ദുവെന്നോ ആരാണ് മുസ്ലിമെന്നോ ഒരു പരിഗണനയും ആരും നൽകിയില്ല. ഈ തെരുവ് വൃത്തിയാക്കുന്ന ആൾക്കാർ വന്ന് ചവറെടുക്കുന്ന ലാഘവത്തോടെ എവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തു. ചില സമയങ്ങളിൽ ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്റെ ആത്മീയ ഗുരു എന്നെ വിളിക്കുന്ന പോലെയും ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു പോകുന്നത് പോലെയും. ആയിരത്തി 1959 64 വയസ്സ്. അദ്ദേഹത്തിന്റെ കുട്ടികളെല്ലാം പഠിച്ച് വളർന്നു കല്യാണവും കഴിച്ചു. ഇത് തന്നെയാണ് സമയവും. ഒടുവിൽ അദ്ദേഹം സന്യാസത്തിലേക്ക് തിരിഞ്ഞു. ബാബ എന്നാൽ അച്ഛൻ. ഞാൻ അവരുടെ മകൻ, അദ്ദേഹം എന്റെ അച്ഛൻ. ഞാൻ പ്രഭുപാദയുടെ ഇളയ മകൻ, ഏറ്റവും ഇളയ മകൻ. അദ്ദേഹം വളരെ ആത്മീയതയും അച്ചടക്കവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഞങ്ങളെയെല്ലാം വിട്ട് പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോ സത്യത്തില് ഞാനാകെ തകർന്നു പോയിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞു, നീ അമ്മയെയും കുടുംബത്തെയും ഒക്കെ നന്നായിട്ട് നോക്കണമെന്ന്. വൃന്ദാവനം, ഇന്ത്യ. വൃന്ദാവനത്തിലേക്ക് പോകുന്നത് നമ്മുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കൃഷ്ണ ഭഗവാനെ എങ്ങനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാമെന്ന ചിന്തയിലായിരുന്നു. ഇന്ത്യൻ പാരമ്പര്യത്തിലെ പ്രധാന പങ്ക് ഇതുതന്നെയായിരുന്നു. പുരാണ കാലം മുതലേ മുൻ ജന്മത്തില് ഞാൻ ആരായിരുന്നോ, തനിക്കും സൃഷ്ടാവിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് കണ്ടെത്തുകയായിരുന്നു ഒരാളുടെ പ്രധാന ലക്ഷ്യമായി കണക്കാക്കിയിരുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ 3 ഭാഗങ്ങൾ തർജ്ജമ ചെയ്ത് പുറത്തിറക്കാനായി ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു. വളരെ വലിയൊരു ജ്ഞാനിയെ പോലെ തന്നെ ആ സംസ്കൃതത്തിലുണ്ടായിരുന്ന മുഴുവൻ തത്വങ്ങളെയും 20ഉം 21ആം നൂറ്റാണ്ടിലുമുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ മനോഹരമായിട്ട് ശ്രീ പ്രഭുപാദ തർജ്ജമ ചെയ്തു കഴിഞ്ഞു. ഈ ഒരേ ഒരു പുസ്തകത്തിനുള്ളിൽ തന്നെ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഒരു പുസ്തകം മാത്രം മതി നമ്മുടെ സകല ഉണർവുകൾക്കും വളരെയധികം ഉത്തേജനം നൽകുന്നതിന്. 3 ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം എന്റെ മഹാനായ ഗുരു ഇപ്പോൾ തന്നെ നീ അമേരിക്കയ്ക്ക് പോകണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം എന്നെ കണ്ട് പറഞ്ഞിരുന്നു. എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. ഞാൻ അപ്പൊ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതാ, സ്വാമിജി, നിങ്ങൾക്ക് പ്രായമായി അവിടെ പോകണ്ട, അവിടുത്തെ തണുപ്പ് പറ്റില്ലെന്ന്. നിങ്ങൾക്കെന്താ പ്രാന്താണോ? വയസ്സാങ്കാലത്ത് ആ തണുപ്പിൽ പോയി ചാകണമെന്ന് ചോദിച്ചു. ആരാ നിങ്ങളെ നോക്കാനുള്ളത്? അവിടെ പോയി എന്ത് ചെയ്യാൻ പോകുവാണെന്ന് ചോദിച്ചു.
എന്നിട്ടും അദ്ദേഹത്തിന് പോണമെന്ന് വാശി പിടിച്ചപ്പോൾ ജലമാർഗം പോകാനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. നമ്മളിപ്പോൾ ഭക്തി വേദാന്ത സ്വാമിയുമായാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം സ്വാമി. നമസ്കാരം. ഈ ലോകത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നാം ആരെന്ന് തിരിച്ചറിയുക എന്നതാണ്. ഞാൻ ആര്? ഇതിൽ നിന്നുമാണ് ആരംഭം. ഞാൻ എന്തിന് കഷ്ടപ്പെടുന്നു? എന്റെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ? അതായത് നമ്മൾ ആരെന്നറിയുന്നത്. അതെ, നമ്മളെ നാം തിരിച്ചറിയുന്നത്. ഹരേ കൃഷ്ണ മന്ത്രം എങ്ങനെ പാടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, നിങ്ങൾ പാട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ, ഹരേ രാമ 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 ഹരേ രാമ, ഹരേ ഹരേ ഹരേ. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ പ്രബലരാണ്. അലൻ കാൽമാൻ ഞങ്ങളുടെ അടുത്ത് വന്നൊരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞു. WBAI എന്നു പേരുള്ള ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ. അതിൽ വളരെ ആകർഷകമായ സംവാദങ്ങളും നല്ല മ്യൂസിക് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയും ഞങ്ങളുടെ മ്യൂസിക് പ്രോഗ്രാം ഒരു തടസ്സങ്ങളുമില്ലാതെ അവർ സംപ്രേഷണം ചെയ്തു. പ്രഭുപാതയുടെ അനുയായികളായ കുറച്ചു പേർ, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് നടു റോട്ടിലിറങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി. അവരുടെ ഈ പ്രവൃത്തി സമൂഹത്തിനിടയിൽ ഒരു പ്രത്യേക സന്ദേശമാണ് കൊടുത്തത്. അതൊരു സാധാരണ നൃത്തമായിട്ടൊന്നും കാണാൻ കഴിയില്ല. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയത്. എപ്പോഴും ഉയർന്ന നിലയിൽ ജീവിക്കാൻ പറഞ്ഞ് ഒരു കുറിപ്പടി ഇറക്കി. ജനങ്ങൾക്കത് കണ്ട് ആത്മവിശ്വാസം വർദ്ധിച്ചു. ജനങ്ങൾ ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെ നോക്കൂ, അദ്ദേഹം എത്ര ഉയർന്ന നിലയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഇത്രയും നല്ല മന്ത്രോപദേശങ്ങൾ തരാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. കാലം ചെല്ലുന്തോറും ധാരാളം അമേരിക്കൻ ചെറുപ്പക്കാർ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം 1966 ഞാൻ കൃഷ്ണഭക്തി സമാജം രജിസ്റ്റർ ചെയ്തു. ഇത് വളരെ അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇത് നടക്കാത്തൊരു കാര്യമാണ്. ഒരു ചെറിയ പ്രദേശത്ത് ജനിച്ചു വളർന്നിട്ട് ഈ ലോകം മുഴുവൻ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ കഴിയുന്നത് നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹത്തിന് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ പോലും ഇതാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഉറക്കെ പറയുമായിരുന്നു. അദ്ദേഹം ലോകം തന്നെ തല കീഴാക്കി വെച്ചു. ലോകത്തിലുള്ള എല്ലാ നാടിനെക്കുറിച്ചും അദ്ദേഹം നന്നായി പഠിച്ചു. ചില നേരം അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മാനന്ദ, നീ റഷ്യയിലേക്ക് പോകണമെന്ന്. ഗൗരിസുന്ദർ, നീ ജപ്പാനിലേക്കും പോകണം. ലോകത്തിലുള്ള എല്ലാ നാട്ടിലേക്കും ആളെ അയക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കണം, എന്റെ കൂടെ ഇരുന്നത് വെറും 12 ചെറുപ്പക്കാര് മാത്രമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നോക്കി പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു നാട്ടില് ഓരോ ക്ഷേത്രം പണിയണം. ആ സമയത്ത് ഞാൻ ചെറിയ പെണ്ണും ഒരുപാട് കുസൃതി നിറഞ്ഞവളുമായിരുന്നു. അപ്പോൾ എനിക്ക് വെറും 16 വയസ്സ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്യണമോ എന്ന്. പ്രഭുപാദർ എന്നെ നോക്കി പറഞ്ഞു, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന്. കൃഷ്ണഭക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതില് ഒരു വ്യത്യാസവുമില്ലെന്ന്. ഞാൻ പടിഞ്ഞാറെ കടൽക്കരയിലേക്ക് പോകാൻ തയ്യാറായി വാതിക്കൽ വരെ എത്തി. അപ്പൊ പ്രഭുപാദ എന്നോട് പറഞ്ഞു, പടിഞ്ഞാറെ കടൽക്കരയിൽ നിനക്കൊരു ആശ്രമം തുടങ്ങിയാൽ എന്താ? അത് പിന്നീട് എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് മൈക്കിളും ജാനും പുറത്തിറങ്ങി. ന്യൂയോർക്കിൽ നിന്നാണ് അവർ വന്നത്. അവരിവിടെ വന്നതിന്റെ കാരണം എന്തെന്നാല് അവര് ന്യൂയോർക്കിൽ വെച്ച് കണ്ട സ്വാമിജിയുടെ കാര്യത്തെപ്പറ്റി എന്നോട് പറയാനാണ്. ഞാൻ സ്വാമിയുടെ അടുത്തുനിന്ന് മന്ത്രദീക്ഷ കരസ്ഥമാക്കിയതിനു ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് സാൻ ഫ്രാൻസിസ്കോയിൽ എനിക്കൊരു അമ്പലം പണിയാൻ വേണ്ടി അവരെല്ലാവരും മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നത്. കാരണം അവർ കെൻഗേസിയായിട്ട് അടുപ്പമുള്ളവരായിരുന്നു. അവർ ഈ പ്രസ്ഥാനത്തെ അനുകൂലിച്ചിരുന്നു.
സാൻ ഫ്രാൻസിസ്കോ ആ സമയത്തൊക്കെ ഹിപ്പികളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയെന്ന് വേണം പറയാൻ. ആ സംസ്കാരമായിരുന്നു അവിടെ മുഴുവൻ. ആ ചെറിയ പ്രദേശത്ത് വളരെ പെട്ടെന്ന് തന്നെ 10,000-ലേറെ ചെറുപ്പക്കാർ ഒത്തുചേരുകയുണ്ടായി. ഹിപ്പികളുടെ ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഒരു സീക്കർ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ വലിയൊരു കാര്യമായിരുന്നു അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആവലോൺ ബാൽറൂം ഒരു പുരാതന ഡാൻസിന്റെ നഗരമാണ്. അവിടെ ഓരോ ആഴ്ചയിലും വിവിധ തരത്തിലുള്ള നൃത്തരൂപങ്ങൾ അരങ്ങേറാറുണ്ട്. ഈ നൃത്തവേദി വളരെ പ്രശസ്തമായിരുന്നു എന്ന് പറയാം. മാത്രമല്ല അത് വളരെ ചെലവ് കുറഞ്ഞതും വലിയ പെർഫോമൻസുകൾ കാണാനും കഴിയും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രഭുപാതയ്ക്ക് വേണ്ടി ഇവിടെ ഒരു മന്ദിരം സ്ഥാപിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു. ഗ്രേറ്റ് ഫുഡ് ഡെഡ് എന്ന് പറയുന്ന മ്യൂസിക് ഗ്രൂപ്പ് ഞങ്ങൾക്കൊരു സൗജന്യ പ്രോഗ്രാം നടത്തി തന്നിരുന്നെങ്കിൽ കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ വേണ്ടി പല ട്രൂപ്പുകളും ഞങ്ങളോടൊപ്പം ചേർന്നു. എല്ലാവരും ആത്മാർത്ഥത കാണിച്ചു. ന്യൂയോർക്കിൽ നിന്ന് സ്വാമിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റും അയച്ചു കൊടുത്തു. സ്വാമി വന്നിറങ്ങിയപ്പോ റാൾഫ് എന്ന് പറയുന്ന ഒരു നായി അദ്ദേഹത്തിന് ചുറ്റും കൂടി. അദ്ദേഹത്തെ ഞങ്ങൾ കണ്ട ഉടനെ ഇത്രയും കാലം കണ്ടവരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തെ ഒരു മുതിർന്ന ആളായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. വളരെ ഉന്മേഷവാനായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അതൊരു വൻപിച്ച പ്രോഗ്രാമായിരുന്നു. മന്ത്ര റോക്സ് എന്ന് പറയുന്നത് കാണാൻ തിമോത്തി ലോറി വന്നിരുന്നു. പിന്നെ അലൻ ഗിൻസ്ബെർഗിന്റെ മുഖവുര ഒരു നല്ല തുടക്കം തന്നെയായിരുന്നു. ഹെൽസ് ഏഞ്ചൽസുകാർ ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ ഭയന്നിരുന്നു. അതുകൊണ്ട് പുറത്ത് ശക്തമായ സുരക്ഷയുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പ്രഭുപാദയുടെ പ്രസംഗമായിരുന്നു. ഒരു ഞായറാഴ്ചയാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് വലിയ ജനാവലി അവിടെ കൂടിയിരുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ. ഈ മഹത്തായ വചനം മാത്രം ഭക്തിയോടെയും ജാഗ്രതയോടെയും നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഇതാണ് ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലുത്, വലിയ ആത്മീയത, യോഗ. പ്രഭുപാദയുടെ പ്രസംഗം കേട്ടതിന് ശേഷം എല്ലാ ഗ്രൂപ്പുകളും സ്റ്റേജിലേക്ക് കയറി വന്ന് കീർത്തനം പാടാൻ തുടങ്ങി. ആ മുറി നിറയെ വൈദ്യുത ശക്തിയുള്ളതുപോലൊരു തോന്നൽ എല്ലാവർക്കും അങ്ങനെ തോന്നി. അത് കണ്ട ഉടനെ പ്രഭുപാദയ്ക്കും വളരെ സന്തോഷമായി. അദ്ദേഹം വളരെ സംതൃപ്തനായി. അദ്ദേഹം അതിൽ ലയിച്ചു ചേർന്നു. ആ മുറിയിലുള്ള എല്ലാവർക്കും എന്തോ ആഗ്രഹമുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. അത് ആ പ്രോഗ്രാമിന്റെ ശക്തി കൂട്ടി. അതിനുശേഷം എനിക്ക് സ്വാമിയോടുള്ള സ്നേഹവും ബഹുമാനവും 10 മടങ്ങ് വർദ്ധിച്ചു. ഹിപ്പി ഹിൽ, ഗോൾഡൻ ഗേറ്റ് പാർക്ക്, 1967. ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരത്തിൽ അദ്ദേഹം ആത്മീയത കോരിച്ചൊരിഞ്ഞു. അദ്ദേഹത്തിന്റെ അനുയായികൾക്കത് ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആത്മീയത മുഴുവനും നമുക്ക് കൂടെ ആവശ്യമുള്ളതായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു. പ്രഭുപാദയോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ധാരാളം ഹിപ്പികൾ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഇനി എന്നും ഹരേ കൃഷ്ണയാണ് അവരുടെ മതമെന്ന് അവരെ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഈ അമേരിക്കയിലുള്ള എല്ലാവരും തന്നെ കൃഷ്ണ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് താങ്കളുടെ നിലവാരത്തിലേക്ക് വന്നാൽ ഈ നാടിന്റെ അവസ്ഥ തന്നെ എന്താകും? എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കും? അവരെല്ലാവരും വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിരിക്കും. അതിനുശേഷം പിന്നെ ഹിപ്പികളെ ഉണ്ടാകത്തില്ല. ഹിപ്പികളെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? പുകവലിക്കാരെന്നാണോ? എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ഒരുപാട് പ്രത്യേകതയുള്ളവർ. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും അദ്ദേഹം എന്നോടൊപ്പം ചെലവഴിച്ചിരുന്നു. കൃഷ്ണ ഭഗവാനെ പറ്റിയും തത്വങ്ങളെ പറ്റിയും ഞങ്ങളെ പഠിപ്പിച്ചു. പ്രഭുപാദ, ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? കൃഷ്ണൻ എന്നാൽ ഒരു ചരിത്ര പുരുഷനെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹമാണ് എല്ലാത്തിനും മുകളിലുള്ള ദൈവം. ചില സമയങ്ങളിൽ നമ്മൾ മറന്നുപോകുന്നു ദൈവം നമ്മളുടെ അരികിലേക്ക് വരില്ല എന്ന്. അത് അവരുടെ തെറ്റ്. എന്നാൽ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല.
അതായത് നിങ്ങള് ദൈവത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഏതോ നമ്മുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാവും. അദ്ദേഹം വളരെ വലിയവനും സ്വതന്ത്രനുമാണ്. അദ്ദേഹത്തിനിവിടെ വരാൻ കഴിയില്ലെന്ന് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? അദ്ദേഹം തീരുമാനിച്ചാൽ വരിക തന്നെ ചെയ്യും. അദ്ദേഹം വലിയവനായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ ചെയ്യും. അതാണ് ദൈവനിശ്ചയം. ഒരു അത്ഭുതകരമായ ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത്. ഒരുപാട് സന്തോഷവാനായിരുന്നു. അതിനേക്കാൾ വലുതായി യാതൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് സന്തോഷമായിട്ടിരുന്നു, നല്ലൊരു കുടുംബം പോലെ. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതായി. സ്വാമിജിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഈ ലോകം ഉപേക്ഷിച്ച് പോവാൻ സമയമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭക്തരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, അങ്ങനെ ലോകം മുഴുവനും കൃഷ്ണ ഭഗവാനടുത്ത് മനമുരുകി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെന്ന്. അദ്ദേഹം ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് വർഷങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. അദ്ദേഹം ഒരു മുതിർന്ന ആളാണെന്നോ രോഗിയായിരുന്നെന്നോ ഞങ്ങൾ വിചാരിച്ചേയില്ല. ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തെയാണ് ആശ്രയിച്ചിരുന്നത്. അദ്ദേഹമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്റെ ഹൃദയമിടിപ്പ് താണു തുടങ്ങി. ശരീരത്തിന് ബലക്ഷയമായി തുടങ്ങി. എന്നെക്കൊണ്ട് കഴിയില്ല. ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വൃന്ദാവനത്തിൽ പോയി അവിടെ വിശ്രമിക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. കാരണം ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു പോയാൽ ചിലപ്പോ അവിടെ തങ്ങിയേക്കും. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പ്രഭുപാദർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഹരേ കൃഷ്ണ നാമം ജപിക്കേ, അത് നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമെന്ന്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ആ പ്രാർത്ഥന ഈ ലോകം മുഴുവൻ രക്ഷിക്കുമെന്ന്. ഭക്തി സിദ്ധാന്തയുടെ ചിത്രം നോക്കി അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു ഭക്തരുടെ സമൂഹം തന്നെയുണ്ട്. എങ്കിലും അവർക്ക് നമ്മുടെ പുരാണങ്ങളെ പറ്റിയുള്ള അറിവ് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. സത്യത്തിൽ അവരിതെല്ലാം അറിയാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് നിങ്ങളുടെ സംരംഭമാണ്, നിങ്ങളുടെ ജനങ്ങളുമാണ്. അവരെ പരിപാലിക്കണം. ഞങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. ഇനി അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. അഞ്ചു മാസത്തോളം ഞങ്ങൾ ആ ദുഃഖത്തിലാഴ്ന്നിരുന്നു. പ്രഭുപാദറിന് സുഖമായെന്നുള്ള കാര്യമാ ഞങ്ങൾ കേൾക്കാനിടയായത്. അങ്ങനെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ തിരികെ കിട്ടി. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. എന്തുമാത്രം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും ചേർന്ന് നിൽക്കണം. ആദ്യമേ മുതൽക്ക് തന്നെ പ്രഭുപാദയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തീഷ്ണമായ ആഗ്രഹമുണ്ടായിരുന്നു. അത് 1968 ബീറ്റിൽസിനേക്കാളും വലുതൊന്നും ആയിരുന്നില്ല. ഞങ്ങൾക്കൊരു വാർത്ത കിട്ടി. ബീറ്റിൽസ് ഇന്ത്യയിലെ ഋഷികേശിലുള്ള ഒരു ഗുരുവിന്റെ ആശ്രമത്തിലാണ് ഉള്ളതെന്ന്. അതിനുശേഷം ലൈഫ് മാഗസീനിൽ വന്ന ഈ വാർത്ത വളരെയേറെ പ്രശസ്തി നേടി.
കിഴക്ക് പ്രദേശത്തുള്ള തത്വങ്ങൾ മുഴുവൻ അവരൊരു സംഗീത ആൽബമായി പുറത്തിറക്കി. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ചു. അതായത് ലണ്ടനിൽ പോയി പ്രഭാതയ്ക്ക് വേണ്ടി ഒരു ആശ്രമം തുറന്ന് ബീറ്റിൽസിനെ കാണണമെന്ന്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ തന്നെ ആദ്യം മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്രയും വലിയ നഗരത്തിൽ ആളുകൾക്ക് ഞങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഞങ്ങൾ മൊട്ടയടിച്ചാൽ മാത്രമേ അതിന് കഴിയുള്ളൂ. അത്രയും നാൾ എന്റെ ഈ ചുരുണ്ട മുടി വടിച്ചു കളയുക എന്നുള്ളത് ഏറ്റവും മനപ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു പുതപ്പ് അംഗവസ്ത്രമായി ഉപയോഗിക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടം തോന്നിയിരുന്നില്ല. മഞ്ഞ നിറം, അതാണ് ഞങ്ങളുടെ ഇഷ്ട നിറം. മഞ്ഞ നിറം ലണ്ടനിൽ ഞങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ഡ്രസ് കോഡായിട്ട് മാറി. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിന് ഞങ്ങള് രാധാകൃഷ്ണ ടെമ്പിൾ എന്നുള്ള പേരും വെച്ചു. അങ്ങനെ അവിടെ നടന്ന റോക്ക് കച്ചേരികളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങി. ഒരുവിധമുള്ള എല്ലാ ദിവസവും ആപ്പിളിന്റെ ഓഫീസിൽ പോകുന്ന ഞങ്ങളൊരു ശീലമാക്കി. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രസാദവും പുസ്തകവും കൊടുത്തു. ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ജോർജ് ഹാരിസൺ സ്വാമിജിയുടെ ഒരുപാട് കീർത്തനങ്ങൾ ഉണ്ടാക്കി. അതിന്റെ പേരാണ് കൃഷ്ണബോധനം. അത് ദിവസവും അദ്ദേഹം കേൾക്കാറുണ്ടായി എന്ന് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു. ബീറ്റിൽസിന്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് ധാരാളം ആളുകളെ സന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും അത് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നൽകിയില്ല. ഒന്നും എനിക്കൊരു തൃപ്തി നൽകിയില്ല എന്ന് പറയാം. ആകെ ഒരു ശൂന്യതയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ വളരെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നീട് കണ്ടുമുട്ടിയത്. ആ ആൽബത്തിലെ ഓരോ വാക്കുകളും ഞാൻ മനഃപ്പാഠമാക്കി, അതും ഒരക്ഷരം പോലും വിട്ടുപോകാതെ. യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയ ആത്മാവ് കൃഷ്ണമന്ത്ര ജപത്തിലൂടെ സന്തോഷകരമായി മുൻപോട്ടു പോകുന്നു. പക്ഷേ കാപട്യം കൊണ്ടും മറ്റ് സാമൂഹിക വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ഏർപ്പെടുന്നതുകൊണ്ടും നമ്മുടെ ആത്മാവ് കൂടുതൽ മലിനമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ലക്ഷ്യം നമ്മൾ സാമൂഹിക വിഷയങ്ങളിൽ ഏർപ്പെട്ട് അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. എന്നാൽ നമ്മൾ വേദ പഠനങ്ങളിലൂടെ ഈ വിഷയങ്ങളെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ദിവസം ഞങ്ങള് മ്യൂസിക് ആൽബം ഉണ്ടാക്കുന്ന ആപ്പിളിന്റെ ഓഫീസിൽ പോയി. അവിടെ ജോർജ് ഹാരിസൺ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ആൾക്കൂട്ടത്തിന് നടുവിലിരിക്കുന്നത് അദ്ദേഹം അങ്ങ് ശ്രദ്ധിച്ചു. അദ്ദേഹം ആ കതക് തുറന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വന്ന് ഞങ്ങളുടെ അടുത്ത് എത്തി പറഞ്ഞു, ഇത്രയും നാൾ എവിടെയായിരുന്നു, എന്താ നമ്മൾ കണ്ടുമുട്ടാഞ്ഞതെന്ന്. ഞങ്ങൾ താമസിച്ചിരുന്ന കോൺവെന്റ് ഗാർഡനിൽ വന്ന് ജോർജ് നേരിട്ട് ഞങ്ങളെ സന്ദർശിച്ചു. അദ്ദേഹം കൃഷ്ണമന്ത്രത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം 45 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കണമെന്നും പറഞ്ഞു. ഹരേ കൃഷ്ണ മന്ത്രം എന്ന് പറയുന്ന ഒരു ആൽബം ഞങ്ങൾ അബേ റോഡ് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തു. ഇത്തരമൊരു കാര്യം ഞങ്ങൾ മുൻപൊരിക്കലും ചെയ്തിട്ടേയില്ല. പോൾ മെക്കാനി അവിടെ ഉണ്ടായിരുന്നു. സ്ഥിരം റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിരുന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ജോർജ് ഞങ്ങളോടൊപ്പം ചേർന്ന് ഗിറ്റാറും വായിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു. പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയ ആ ഹാർമോണിയമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ആപ്പിൾ കമ്പനി ജീവനക്കാരെല്ലാം ഞങ്ങളോടൊപ്പം കോറസ് പാടി. ആദ്യ ദിവസം തന്നെ 70,000 കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ആപ്പിൾ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി ഒരു ടൂർ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ ജർമ്മനിയിലും ഫ്രാൻസിലും പോകണമെന്നും ടിവിയിൽ അത് കാണിക്കണമെന്നും. സൺഡേ ടൈം ഞങ്ങളെക്കുറിച്ചാണ് എഴുതിയത്. ഞങ്ങൾ ഉടൻ തന്നെ പ്രഭുപാദർക്ക് അതിന്റെ ഒരു പത്രം അയച്ചു കൊടുത്തിരുന്നു. അതായത് കൃഷ്ണഭക്തി ലണ്ടനിലും ഞങ്ങൾ തുടങ്ങി വെച്ചെന്ന്. ഒരു സമയത്ത് ഞാൻ കൃഷ്ണന്റെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഭക്തിവേദാന്തയെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. സ്വാമി ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ ചില ദുസ്വപ്നങ്ങളെ പോലെ പലതും കടന്നുപോയി. ഞാൻ എങ്ങനെയാണ് ഒരു അമ്പലത്തിലേക്ക് കടന്നു ചെല്ലുക? പക്ഷെ ഞാൻ എങ്ങനെയോ അവിടെ ചെന്നെത്തിപ്പെട്ടു. അവിടുന്ന് ഓരോ പ്രാവശ്യം ഞാൻ തിരിച്ചിറങ്ങുമ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പെട്ടെന്ന് തന്നെ കൃഷ്ണന് വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആപ്പിളിന്റെ ബാക്ക് സ്റ്റേജിൽ ഞങ്ങൾ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ആ ഗാനം, മൈ സ്വീറ്റ് ലോഡ് എന്ന് തുടങ്ങുന്നത്. ബംഗ്ലാദേശിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ
1971 ഓഗസ്റ്റിൽ. യോഗയുടെയും വേദശാസ്ത്രങ്ങളുടെയും കഥക് തുറക്കുന്ന രീതിയിൽ സംഗീതം ഒരു താക്കോല് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഈ സംഗീതത്തിലൂടെ എന്തും നമുക്ക് സാധിക്കുമെന്ന് തോന്നി തുടങ്ങി. അത്തരത്തിലുള്ള ഒരു സംഗീത നിശ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്നും പറയാം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഞാനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവാനുള്ള കാലത്തിലും ഞാനുണ്ട്. നമ്മുടെ ശരീരങ്ങൾക്ക് മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ജോർജ് ഇത് പറഞ്ഞു തുടങ്ങിയ സമയത്ത് ലോകം മുഴുവനും ഇത് പ്രചരിക്കാൻ തുടങ്ങി. ജീവിതം സാഹസികത നിറഞ്ഞായിട്ട് മാറി. അദ്ദേഹം ഞങ്ങളെ വിളിച്ചു പറയും, നമുക്ക് പാരീസ്, ബോംബെ, സിഡ്നി, കുറച്ചു നേരം മുമ്പേ നമുക്ക് നൈറോബിയിൽ നിന്ന് വരെ ക്ഷണം വന്നു. എവിടെ പോണമെന്ന് നീ ആഗ്രഹിക്കുന്നു വരെ എന്നോട് ചോദിച്ചു. ഉടൻ തന്നെ ഞാനൊരു അപരിഷ്കൃതമായ സ്ഥലം മനസ്സിൽ കണ്ട് നൈറോബിയിലേക്ക് പോവാന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഞാനും അതാണ് വിചാരിച്ചത്. അദ്ദേഹം എപ്പോഴും വികസനമില്ലാതെ മുരടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകാനാണ് ആഗ്രഹിക്കാറ്. അപ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കൂ. അവർ വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ ചിന്തകൾക്ക് അതീതമാണ്. അന്ന് എനിക്ക് 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു. പിന്നീട് 60കളുടെ അവസാനത്തിലും 70ന്റെ ആരംഭത്തിലും ഇസ്കോന്റെ വളർച്ച വളരെ വലുതായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്നു ചേരാൻ തുടങ്ങി. അദ്ദേഹം തന്റെ കത്തുകളിലൂടെ എല്ലാ സ്ഥലവും നിയന്ത്രണ വിധേയമാക്കി. അദ്ദേഹത്തിന് നിരവധി ഭക്തരിൽ നിന്നും ദിവസവും അദ്ദേഹത്തിന് കത്തുകൾ വരുമായിരുന്നു. ആ ഓരോ കത്തുകൾക്കും അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയാൽ മറുപടിയും കൊടുക്കുമായിരുന്നു. ഒരു കത്തിനും മറുപടി കൊടുക്കാതിരുന്നിട്ടുമില്ല. പ്രഭുപാദ അയച്ചു തന്ന കത്തുകളാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികാട്ടിയായത്. ഞങ്ങൾ കൂട്ടമായിരുന്ന ആ കത്തുകൾ ഉറക്കെ വായിക്കുമായിരുന്നു. ചില കത്തുകൾ 3-4 പേപ്പറുകളായിട്ടായിരിക്കും വരുന്നത്. ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുമായിരുന്നു. അദ്ദേഹം പറയും, ഇപ്പൊ ഇത് ചെയ്യേ, കുറച്ച് കഴിയുമ്പോ അത് ചെയ്യേ. അത് മാത്രമല്ല, ചെറിയൊരു ചുമ വന്നാ പോലും ഈ സിറപ്പ് കഴിക്കേ എന്ന് അദ്ദേഹം എഴുതി തരും. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഹാളിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ ഞാൻ രഹസ്യമായിട്ട് പറയും, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന്. ഉടനെ അകത്തു നിന്നൊരു ശബ്ദം വരും, അവരകത്തോട്ട് വിടുന്നു. എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ വർഷം പുതിയ വൃന്ദാവനത്തിൽ വെച്ച് നിന്നെ കണ്ടതിനേക്കാൾ നീ നല്ല അറിവുള്ളവനായും ആരോഗ്യമുള്ളവനുമായി കാണുന്നു. ആര് വന്നാലും അദ്ദേഹം കാണും. എല്ലാവർക്കും വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെക്കും. അമ്പലം പണിയുന്നതിന് പൈസ കൊടുക്കാൻ കുറച്ച് സാവകാശം വേണ്ടിവരും. കാരണം അടുത്ത 3 മാസത്തേക്ക് ഈ 17 പുസ്തകങ്ങളെയും തർജ്ജമ ചെയ്യുന്നതിന് തന്നെ വലിയൊരു തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് പുസ്തകത്തിന്റെ, അതിനുശേഷം മതി മറ്റെന്തും. നമുക്ക് പുസ്തകത്തിന്റെ പ്രിന്റിങ് നിർത്താൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അമേരിക്കൻ BBT, അതായത് ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ മേധാവി എന്ന നിലയിൽ പ്രഭുപാദ എന്നോടാണ് പറയാറുള്ളത്, ഈ പൈസ അങ്ങോട്ടയക്ക്, ഇത് ഇങ്ങോട്ടയക്കുന്നത്. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു. ഈ പുസ്തക വിൽപ്പനയിലൂടെയാണ് അദ്ദേഹം ഈ സ്ഥാപനം വളർത്തിയെടുത്തത്. യഥാർത്ഥ ദൈവം എന്താണെന്ന് ദൈവത്തിന്റെ കരുണയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വിഷയമാണ്. അത് അവരാണ് കാണിച്ചു തരേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ വെച്ച് അവരെ ഒരിക്കലും അളക്കാൻ പാടില്ല. അതാപിതേ ദേവ പദാംബുജദ്വയം. സാധാരണ എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം തർജ്ജമയിലേക്ക് കടക്കുന്നത്. രാത്രി ഏകദേശം 11 മണി മുതൽ പുലർച്ചെ 3-4 മണി വരെയൊക്കെ ഇരിക്കും. ആ പ്രായത്തിൽ ഇത്രയും പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, അതിലെ 18,000 വാക്യങ്ങൾക്ക് മൊഴിമാറ്റം ചെയ്യാന്നൊക്കെ പറഞ്ഞ, അത് മാത്രമല്ല ഓരോന്നിനും വ്യാഖ്യാനം എഴുതുകയും വേണം. അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും തീവ്രമായ ആവേശവും കരുണയും സ്നേഹവും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും.
അദ്ദേഹത്തിന്റെ ആ വചനങ്ങൾക്ക് ശക്തി വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെ അദ്ദേഹം അതിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സംവാദം, തർജ്ജമ, അറിവ്, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സംസാരത്തിലൂടെ പലർക്കും പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പല വിദ്യാസമ്പന്നരായ ആൾക്കാർ അദ്ദേഹത്തിന്റെ ശ്ലോകങ്ങളെല്ലാം ഗവേഷണം നടത്തി അതിലുള്ള അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് പ്രസിദ്ധപ്പെടുത്താൻ ശ്രമിച്ചു. എല്ലാ തരത്തിലുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഗവേഷണം നടത്തി. നിങ്ങളുടെ ആദ്യത്തെ കർത്തവ്യം നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ തന്നെ പൂർത്തീകരിക്കുക എന്നതാണ്. അതുതന്നെയാണ് ദൈവത്തിന്റെയും നിശ്ചയം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് പ്രഭുവാദ ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തരിശു ഭൂമികൾ കൃഷിഭൂമിയാക്കി മാറ്റുവാൻ പറഞ്ഞു. ദൈവം നമുക്ക് നൽകിയ വരപ്രസാദങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കാരണവശാലും അതിൽ കൃത്രിമത്വമില്ലാതെ അതിനെ പരിപാലിച്ച് പ്രകൃതിദത്തമായ എല്ലാം അതേപോലെ സംരക്ഷിക്കണമെന്ന് പ്രഭുപാദ ഞങ്ങളെ പഠിപ്പിച്ചു. ഞാൻ ഈ ലോകം മുഴുവനും സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരുപാട് കൃഷിസ്ഥലങ്ങൾ കാലിയായി കിടക്കുന്നു. നമുക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ നമ്മൾ വിതച്ചാൽ ഇപ്പോഴുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് തന്നെ വിതരണം ചെയ്യുവാൻ കഴിയും. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ കാത്തു നിൽക്കേണ്ടതേയില്ല. എളിമയാർന്ന ജീവിതവും ഉയർന്ന ചിന്താഗതിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. നിങ്ങൾക്കൊരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് മുഴുവനും പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല, മൃഗങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. പ്രധാനമായും പശുക്കളെ പോലെയുള്ള ജീവികളെ. തന്മൂലം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്മൂലം നിങ്ങൾക്ക് നന്മയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. From Bombay to Bangalore, all the Hindus know the score. If you wanna live more, Hare Hare Hare. ഹരേ കൃഷ്ണ വളരെ പെട്ടെന്ന് തന്നെ ഒരു തരംഗമായി മാറി. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ വളർച്ചയും ഇത്ര പെട്ടെന്നായത്. Get karma anyhow. ഭഗവത്ഗീത പോലുള്ള പുസ്തകങ്ങൾ, അതും സംസ്കൃതത്തിൽ നിന്ന് യൂറോപ്പിൽ മാത്രമല്ല ആഫ്രിക്കയിലും ഏഷ്യയിലേക്കുമൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടു. ജനങ്ങൾ എവിടെ പോയാലും അവിടെ ഹരേ കൃഷ്ണ അനുയായികൾ ഉണ്ടാകും. എയർപോർട്ടിൽ അവരുടെ പ്രചരണം കണ്ട് കോമഡി നടന്മാര് സ്കിറ്റുകൾ ഉണ്ടാക്കും. ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ താങ്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല കാര്യം. നാമസങ്കീർത്തനം ചേർക്കണോ വേണ്ടയോ? അതും ചേർത്തോളൂ. കൃഷ്ണനാമം എന്നത് ഓരോ വീട്ടിലെയും സംസാര വിഷയം മാറി. അതൊരു കലാരൂപമായി മാറിക്കൊണ്ടിരുന്നു. അതെ, ഗിറ്റാർ വായിക്കുന്ന ആളെ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? എനിക്ക് എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ഹരേ കൃഷ്ണ വായിച്ചു നോക്കിയോ? ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വല്ല എലിയായിട്ടോ പൂച്ചയായിട്ടോ ജനിക്കുമോ, അതോ ഞാൻ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കുമോ? എങ്ങനെയാ? നിങ്ങൾ ഞങ്ങളുടെ പുസ്തകം വാങ്ങിക്കൂ, നന്നായിട്ട് വായിച്ചു നോക്കൂ, എന്നിട്ട് ചിന്തിക്കൂ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വളരെ ദേഷ്യത്തോടു കൂടിയാ വെളിയിൽ വന്നത്. അപ്പൊ കുറെ നല്ല മനുഷ്യർ കൃഷ്ണ ഭഗവാനെ കുറിച്ച് പാടുകയായിരുന്നു. അവരെല്ലാം എനിക്ക് വേണ്ടി പാടി, എനിക്ക് പ്രസാദം തന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാത്രി ഭക്ഷണത്തിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ കൂടെ പോകായിരുന്നു. ന്യൂസ് സെന്റർ 4. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ബൈബിള്, ഖുറാൻ പോലുള്ള മതഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ പൊരുത്തക്കേടുകൾ താങ്കൾ ശ്രദ്ധിക്കാറില്ലേ? ഇതിലൊരു പൊരുത്തക്കേടും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാത്തിന്റെയും അവസാനം ദൈവമാണ്. അതുകൊണ്ട് ദൈവം ആരെന്നറിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ കടാക്ഷം വാങ്ങണം. നിങ്ങൾ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ച് ജീവിച്ചോളൂ. പക്ഷേ ലക്ഷ്യം ഒന്നായിരിക്കണം. ദൈവം ആരെന്നറിഞ്ഞിരിക്കണം. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും. പ്രഭുപാദയുടെ മനസ്സിൽ ഏതെങ്കിലും തെറ്റായ വിഷയങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങൾ തടസ്സമായി വന്നാലോ അദ്ദേഹം ധൈര്യമായിട്ട് അതിനെല്ലാം എതിർത്ത് സംസാരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് ജനനത്തെ സ്വീകരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് മരണത്തെ സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് അവശതയെ സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് വാർദ്ധക്യത്തെ സ്വീകരിക്കുന്നു? ഇതൊക്കെയല്ലേ പ്രശ്നങ്ങൾ, അല്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം ഒരു മനുഷ്യജന്മത്തിലൂടെ നിങ്ങൾക്ക് തന്നെ തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സംശയമില്ല. അദ്ദേഹത്തിന് ഒട്ടും ഭയമില്ല. ഭയങ്കര ധൈര്യശാലിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. എല്ലാവരും പറയും അതൊരിക്കലും സാധിക്കില്ല എന്ന്, അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്. ക്യൂബ രാജ്യത്തിന് മേൽ ബോംബുകൾ വർഷിക്കുന്ന സമയമായിരുന്നു അത്.
1971 റഷ്യക്ക് പോകാൻ വേണ്ടി അമേരിക്കക്കാർക്ക് വിസ കിട്ടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ മോസ്കോ വിമാനത്താവളത്തിൽ ഇറങ്ങി. എന്റെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീത കണ്ടതും ഉടൻ തന്നെ അവർ പോലീസിനെ വിളിച്ചു. കസ്റ്റംസുകാർ വന്ന് പരിശോധന തുടങ്ങി. ആ പോലീസ് അധികാരി വളരെ സാധുവായിരുന്നു. ഇതൊന്നും വലിയൊരു കുറ്റമല്ല, അദ്ദേഹത്തെ ജയിലിൽ അയക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ചർച്ചുകളുടെ മുന്നിലൂടെ പോകുമ്പോൾ തോക്കുകൾ എന്തിയ പട്ടാളക്കാർ അവിടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. ആരും ഉള്ളിലേക്കോ പുറത്തേക്കോ പോകുന്നില്ല. അന്നേരം പ്രഭുപാദ പറഞ്ഞു, വളരെ സാധാരണക്കാരായ ഇവിടുത്തെ റഷ്യൻ ജനങ്ങൾ അവർ വളരെ നല്ലവരാണ്, പക്ഷെ അവരുടെ പൂർവികർ തന്നെയാണ് അവരുടെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചത്. ഞാൻ എന്റെ പണം മാറ്റിയെടുക്കാൻ ഒരു ബാങ്കിൽ പോയി. അവിടെ പുറത്ത് 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് വന്ന് ബീറ്റിൽസിന്റെ മ്യൂസിക് ആൽബം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞു. എന്നാൽ ബീറ്റിൽസിനെ ഞാൻ കണ്ടിരുന്നത് എന്റെ ഗുരുവിന്റെ കൂടെ ഹോട്ടൽ മുറിയിലുണ്ടെന്നും പറഞ്ഞു. അവരന്തം വിട്ടുപോയി. അവര് പ്രഭുപാദയെ കാണാൻ വേണ്ടി എന്റെ കൂടെ വന്നു. ആ റഷ്യൻ ചെറുപ്പക്കാർ പ്രഭുപാദ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേട്ടു. അതിലൊരാൾ ചില പ്രസക്തമായ ചോദ്യങ്ങളും ചോദിച്ചു. അതായത്, ദൈവം ആരാണ്, ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എന്റെ ജോലി എന്താന്നൊക്കെ. പ്രഭുപാദ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകി. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് അവർക്ക് വിശ്വാസമുണ്ടാക്കി കൊടുത്തു. അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സാഹസികമായ പല കാര്യങ്ങളും ചെയ്യാൻ തുനിഞ്ഞു. പല മതപുസ്തകങ്ങളെയും ഇവിടെ നിരോധിച്ചിരുന്നു. ആരെങ്കിലും അത്തരത്തിൽ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെതിരായി വലിയ നടപടികൾ സ്വീകരിക്കുമായിരുന്നു, വലിയ ശിക്ഷകളും ലഭിക്കുമായിരുന്നു. ഞാൻ എന്റെ ഭഗവത്ഗീത കൊടുത്തു. ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി എടുത്ത് അത് റഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നിട്ട് കൂടി അതവിടെ പ്രചരിപ്പിച്ചു. ചില പുസ്തകങ്ങൾ വിദേശത്ത് നിന്ന് റഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവരതിന്റെ ഫോട്ടോ കോപ്പി എടുത്തു. ഞാനൊരു ഫ്ളാറ്റിൽ പോയിരുന്നു. അവിടെ എല്ലാ ഭക്തന്മാരും ഒത്തിരുന്ന് ഫോട്ടോ കോപ്പി എടുത്ത ആ പേപ്പറുകളെല്ലാം ക്രമമായി അടുക്കി വെച്ച് ഒരു പുസ്തകം പോലെ തുന്നിക്കെട്ടുന്നുണ്ടായിരുന്നു. അവരതും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ആ ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ആയിരക്കണക്കിന് കൃഷ്ണഭക്തന്മാർ അവിടെ ഉണ്ടായത്. സെപ്റ്റംബർ മാസം അവസാനം ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. ആ ലിസ്റ്റിൽ 20 പേരുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ളവര് ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തോടൊപ്പം ചേരണമെന്നും കൂടെ പറഞ്ഞു. ഞാനൊരു സ്വപ്നമാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇന്ത്യയിലേക്ക് യാത്രയായി. അമേരിക്കക്കാരായ ഞങ്ങള് തലമുണ്ടനം ചെയ്ത് കുടുമി കെട്ടി മൃദംഗമൊക്കെ വായിച്ചതും സ്ത്രീകൾ പുടവ ചാർത്തി നൃത്തം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ അവർക്കതൊരു പുതിയ കാഴ്ചയായിരുന്നു. അമേരിക്കയെന്നോ യൂറോപ്പെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരു കൊടുങ്കാറ്റായി ഇവിടെ മാറിക്കഴിഞ്ഞിരുന്നു. വിദേശ രാജ്യത്തിൽ നിന്നുള്ള സന്യാസിമാരെ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ലായിരുന്നു. ആളുകളെല്ലാം എന്റെ അടുത്ത് വന്ന് എന്റെ വെള്ള നിറം തോണ്ടി നോക്കുകയായിരുന്നു. ഒരു പക്ഷേ ഈ വെള്ള നിറം പോകുമോന്ന് അവര് പരിശോധിച്ചതായിരിക്കും. ആ നാട്ടിലെ എല്ലാ ജനങ്ങളും കൃഷ്ണ ഭഗവാനിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഭക്തിയുടെ ലഹരി ആ നാട് മുഴുവൻ ഉണർത്തിയിരുന്നു. പ്രഭുപാദ തന്റെ വിദേശ അനുയായികളെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സംസ്കാരമാണ് ഈ രാജ്യത്തിന്റെ സ്വത്ത്. അത് നിങ്ങൾ മറന്നു, എതിർത്തു. അത് വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ മറന്നതെല്ലാം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായിരുന്നത് ആത്മീയ ആചാരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിദേശത്തുള്ള തന്റെ ഒരുപാട് ശിഷ്യരെ ഇവിടെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതവരെല്ലാം തന്നെ വലിയൊരു സംഭവമായി കണ്ടു. അതായത്, എന്റെ ആചാരങ്ങളെ മറ്റു ദേശക്കാരും ആഘോഷിക്കുന്നു. അതിനുശേഷം ഞങ്ങള് വലിയ വലിയ ഉത്സവങ്ങൾ നടത്താൻ ആരംഭിച്ചു. ബോംബെ നഗരത്തില് വലിയൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് വലിയൊരു പന്തൽ നിർമ്മിച്ചു. 10 ദിവസം ലക്ഷക്കണക്കിന് സ്വാമി ഭക്തർ ആ ആഘോഷത്തിൽ പങ്കെടുത്ത് സ്വാമിയുടെ വചനങ്ങൾ കേട്ടു. ഈ രഥയാത്രാഘോഷം ലണ്ടൻ നഗരത്തിന്റെ മധ്യഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജഗന്നാഥ്പുരിയിൽ നടക്കുന്നത് പോലെ
2000 വർഷം പഴക്കമുള്ള ഈ ആഘോഷത്തിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഓരോ വർഷവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർബിൾ ആർച്ചിൽ ഭക്തന്മാർ കുറവാണെങ്കിലും കൃഷ്ണഭക്തിയുടെ ആനന്ദത്തിന്റെ ഉണർവിൽ ഉച്ചസ്ഥായിൽ തന്നെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. രഥയാത്ര എന്ന ഇന്ത്യയുടെ വളരെ കാലം പഴക്കം ചെന്ന ഈ ആഘോഷം ശ്രീ പ്രഭുപാദയാണ് വിദേശത്ത് പ്രചരിപ്പിച്ചത്. എല്ലാ ദിവസങ്ങളിലും അമ്പലത്തിനുള്ളിൽ കഴിയുന്ന ഈ വിഗ്രഹങ്ങൾ ഈ ഒരു പ്രത്യേക ദിവസം മാത്രമാണ് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ദർശനമൊരുക്കുന്നത്. ഈ അത്ഭുതകരമായ ആഘോഷത്തിൽ ജനങ്ങളെല്ലാം പങ്കാളികളായി. ഇത് ശ്രീ പ്രഭുപാദിയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും പ്രധാന റോഡുകളിലെല്ലാം ഈ രഥയാത്ര ആഘോഷം കൊണ്ടാടി. ജനങ്ങൾ മാർത്തുല്ലസിച്ച് ആഘോഷിച്ചു. അദ്ദേഹം ആനന്ദത്തിൽ നൃത്തമാടി. ഭക്തരോടൊപ്പം നടന്നാണ് അദ്ദേഹം വന്നത്. ഇത് ലണ്ടൻ നഗരത്തെ ആക്രമിച്ചതുപോലെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷിനെ കീഴടക്കി. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് സ്വന്തം ഗുരുവിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഒരു ഗാന്ധിയൻവാദിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഇവിടെ വന്ന് ബ്രിട്ടനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളെ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്കായില്ലായിരുന്നു. എങ്കിലും നന്നായി കാര്യങ്ങൾ നടന്നു. അദ്ദേഹം ആദ്യം 2 അമ്പലങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ ഞങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം അത് 50 കേന്ദ്രങ്ങളായി ലോകമെമ്പാടും വളർന്നു. അതായത് മുഴുവൻ ജീവിത ഭക്തന്മാർ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് കൃഷ്ണഭക്തിയെ വിളംബരം ചെയ്തിരുന്നു. അത് വളരെ അത്ഭുതകരമായ ഒരു സമയമായിരുന്നു. വളരെ ആശ്വാസം നൽകിയ ഒരു കാര്യം, വളരെയധികം ആളുകൾ ഈ വിശ്വാസത്തിലേക്കും മാറ്റത്തിലേക്കും കടന്നു വന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ ഹിപ്പികൾ മാത്രമല്ല, അവരെല്ലാം അറിവും വിദ്യാഭ്യാസമുള്ള സമർത്ഥരായിരുന്നു. എന്നാൽ ആത്മീയതയുടെ കാര്യത്തിൽ അവർ ശിശുക്കളുമായിരുന്നു. അത് അദ്ദേഹത്തിന് അറിയാം. ഇത് ശരിയായ ഒരു സമയമാണ്. അദ്ദേഹത്തിന് ഇനിയുള്ള ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകോത്തര പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ പിന്നാലെ നടന്നുകൊള്ളൂ, നമ്മൾ തീർച്ചയായും ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഗുരുവാണ് നമ്മുടെ ഉണർവ്, നമ്മളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നയാൾ. എന്നാൽ ഓരോരുത്തരും ആത്മീയത സ്വീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെതായ രീതി സ്വീകരിക്കേണ്ടതാണ്. തെറ്റുകൾ എന്നത് നല്ല കാര്യം പഠിക്കുവാനുള്ള ഒരു മാർഗമാണെന്ന് പറയാം. അതുകൊണ്ട് പ്രഭുപാദയ്ക്ക് അറിയാം തീർച്ചയായും തെറ്റുകൾ സംഭവിക്കുമെന്ന്. ഘട്ടം ഘട്ടമായി പ്രഭുപാദയുടെ പുസ്തകങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പൈസ വരാൻ തുടങ്ങി. പക്ഷെ അതിൽ ചിലരൊക്കെ ഒരു സെയിൽസ്മാനെ പോലെ വിൽക്കാനുള്ള തന്ത്രങ്ങൾ നോക്കി സത്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അന്നേരം ചില ഭക്തർ പ്രഭുപാദയോട് പറഞ്ഞു, സ്വാമിജി, താങ്കൾക്കിത് അറിയാമോ? ഈ പുസ്തകം വിൽക്കുന്നവർ പറയുന്നു ഈ പൈസയൊക്കെ ബംഗ്ലാദേശിലേക്കൊക്കെ പോകുമെന്ന്. അപ്പൊ പ്രഭുപാദ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പണം അവിടെ പോകണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകങ്ങളുടെ മൂല്യം എന്താണെന്നും അത് വായിച്ചു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി വേണം ഇത് വിൽക്കേണ്ടതെന്ന്. അതാണ് സത്യസന്ധമായ ഒരു ആത്മീയത എന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം ഞങ്ങളിൽ ചെറിയൊരു നിരാശ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അത് ഞങ്ങളിൽ വളരെ ആവശ്യം തന്നെ ഉണ്ടാക്കി. പല കൃഷ്ണഭക്തന്മാരും ശബ്ദ മലിനീകരണത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഒരു ശല്യമായി തീരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മറ്റു മതഭ്രാന്തന്മാരെ പോലെ ഇവരെയും ചിത്രീകരിച്ചാൽ അത് തെറ്റായ സന്ദേശമാണെന്നാണ് കൃഷ്ണഭക്തർ പറയുന്നത്. ആത്മീയ ലോകത്തിന്റെ മാഫിയ ഗ്യാങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് കരുതുന്നത്. ഇത് ഭയങ്കരമായ കുറ്റം ചുമത്തലല്ലേ? ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഹരേ കൃഷ്ണയുടെ ആളുകൾ എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതെ, വിദ്യാർത്ഥികൾ ഇത് NRM എന്ന് വിളിച്ചു. അതായത് ഒരു പുതിയ മതമുന്നേറ്റമെന്ന്. നിങ്ങളിപ്പോ കാണാൻ പോകുന്ന കഥ മാതാപിതാക്കളെ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്. സ്വന്തം മക്കളെ നഷ്ടപ്പെടുത്തിയ ഒരു കുടുംബത്തിന്റെ കഥ. അവസാനം അവളെ കണ്ടുപിടിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് അവളോട് സംസാരിക്കാൻ പറ്റിയില്ല, കാരണം അവൾ ഒരു കൂട്ടത്തിലായിരുന്നു. ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം തങ്ങളുടെ പഴയ മതവിശ്വാസങ്ങളെ വിട്ടൊഴിഞ്ഞ് പ്രഭുപാദയ്ക്കൊപ്പം അണിചേർന്നു. പല ഗവൺമെന്റുകൾക്കും അതൊരു വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചു. ചെറിൽ സിമ്രയ്ക്ക് അന്ന് 18 വയസ്സ്. അന്ന് അവളുടെ യൂണിവേഴ്സിറ്റി ബിരുദത്തിന് ശേഷം കിട്ടിയ ട്രഷറിയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ചില പ്രത്യേക സാഹചര്യത്തിൽ അവളും ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു ചേർന്നു. പക്ഷെ ഗുരുവിൽ നിന്നും ആശീർവാദം ലഭിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ഉണർവ് എന്താണെന്ന് അവൾ അറിഞ്ഞതെന്ന് പറയുന്നു.
ഈ സംഭവം അവളുടെ അമ്മയ്ക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കി. അവൾ ഇതിനു വേണ്ടിയിട്ട് അവളുടെ പഠിപ്പ് എല്ലാം തന്നെ വിട്ടിട്ട് വന്നു. ഇപ്പൊ ജോലിക്ക് പോലും പോകുന്നില്ല. അവളുടെ ഭാവി ഇനി എന്താവൂന്ന് അറിയത്തില്ല. 10 വർഷം കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളുടെ അമ്മയുടെ പരാതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആരോ പറഞ്ഞു മയക്കി വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആ അമ്മയുടെ വിഷമത്തെ പറ്റി നിങ്ങൾക്ക് വേദനയുണ്ടോ? അതെ, അമ്മ ടെൻഷൻ അടിക്കുന്നതാണ് എന്റെയും ടെൻഷൻ, അല്ലാതെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. രക്ഷിതാക്കളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവർ ഭക്തന്മാരെ എല്ലാം തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു കാറ് വന്നു നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവര് പറയും, പിന്നിലുള്ള കാറിൽ നിങ്ങളെ വീട്ടുകാർ വരുന്നുണ്ട്, നിങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുമെന്ന്. രക്ഷിതാക്കൾ തന്നെ ഗുണ്ടകൾക്ക് കാശ് കൊടുത്ത് അവരെ തട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു. എങ്ങനെയും ഈ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. വലിയൊരു മാഫിയ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണോ ജനങ്ങളുടെ മനസ്സിനെ മാറ്റുന്ന ശക്തികളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, ഹരേകൃഷ്ണയാണ് ഇതിൽ മുഖ്യമായ ഒന്ന്. അവരും അതുപോലുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഗയാന ജിം ജോൺസണും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും. ഹിറ്റ്ലറും അവരും തമ്മിൽ ഒരു വ്യത്യാസവും. ആത്മീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ളവര് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് ഈ പ്രസ്ഥാനത്തിൽ ചേർന്നവരാരും തന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചേരുന്നതല്ല, മനസ്സ് വശീകരിക്കുന്ന എന്തോ ഒന്ന് ഉപയോഗിച്ച് അവരുടെ തലച്ചോറിനെ വശപ്പെടുത്തുന്നതാണെന്ന്. പ്രഭുപാദ പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തലച്ചോറിനെ വശപ്പെടുത്തുന്നുണ്ടെന്ന്. കാരണം ആ തലച്ചോറിൽ കുറച്ച് അഴുക്കുണ്ട്, അത് നമ്മൾ ശുദ്ധീകരിക്കണ്ടേ. ഈ വഴക്ക് ജനങ്ങൾക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഇടയിലുള്ളതാണ്. 2 ഭക്തന്മാരുടെ പേരില് ന്യൂയോർക്ക് സിറ്റിയിലുള്ള സുപ്രീം കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് വരികയുണ്ടായി. ഈ കുറ്റാരോപണം പരിപൂർണമായിട്ടും ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരാണ്. കാരണം ഇവിടെ ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല, എല്ലാം ഭഗവത്ഗീത പറയുന്നതാണ്. കാരണം ഭഗവത്ഗീത വായിച്ചാല് അത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു ഉപകരണമായിട്ട് മാറും. പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രതിരോധങ്ങളെല്ലാം തന്നെ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ഭക്തിരസാമൃതം, ഉപദേശാമൃതം, ഈ പുസ്തകങ്ങൾ മാത്രം മതി നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇതിലേക്ക് പ്രതിരോധിച്ചു നിൽക്കാമെന്ന്. എതിർപ്പുകൾ കൂടിക്കൂടി വരുന്തോറും അദ്ദേഹത്തിന് ശക്തിയും അധികമായി വന്നു. നല്ലൊരു പോരാളി, നല്ല പോരാട്ടങ്ങൾ കാഴ്ചവെച്ച വ്യക്തി. 6 മാസങ്ങൾക്ക് ശേഷം വിചാരണയ്ക്കൊടുവിൽ ന്യൂയോർക്ക് സുപ്രീം കോടതി ജഡ്ജി ലേഹിയുടെ വിധി പ്രസ്താവന ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഇന്ത്യയിൽ നിലനിന്ന് പോന്നിരുന്ന ഒരു നല്ല മതത്തിന്റെ സത്യസന്ധമായ മൂല്യങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് എന്നാണ്. ഞങ്ങൾക്ക് നീതി കിട്ടി. ഞങ്ങൾ എന്താഗ്രഹിച്ചോ അതിൽ വിശ്വസിക്കാനായി ഞങ്ങൾക്ക് ഈ നാട്ടിൽ പരിപൂർണമായിട്ട് അധികാരം കിട്ടി. ഇതൊരു വഴിത്തിരിവായി മാറുമെന്നാണ് എല്ലാവരും കരുതിയത്. മതവിശ്വാസ വിരോധികൾക്ക് എതിരായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇത് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയത്. ഇത് രാജ്യം മുഴുവനും ഒരു ആഘാതമാണ് ഉണ്ടാക്കിയത്. ന്യൂയോർക്ക് സിറ്റി 1976 5ാമത്തെ അവന്യൂ. പ്രഭുപാതയെ സംബന്ധിച്ചത് വലിയൊരു വിജയം തന്നെയായിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ കൃഷ്ണഭക്തരായി മാറിക്കഴിഞ്ഞ് ദൈവിക കടാക്ഷം നേടിയെടുത്ത് അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഭൂരിഭാഗവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ലോകം തന്നെ കാപട്യമില്ലാത്ത വൈകുണ്ഠമായി മാറും. ദൈവത്തിന് സ്തുതി. കൃഷ്ണ ഭഗവാനുമേലുള്ള അമിതമായ വിശ്വാസം എല്ലാ തടസ്സങ്ങളെയും നീക്കി വഴിയൊരുക്കുമെന്ന് പ്രഭുപാദ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം എല്ലാറ്റിനേക്കാളും ശക്തി തരുന്നതാണെന്നും ഒരു വലിയ സുനാമി തന്നെ വന്നാൽ പോലും നമുക്കൊന്നും സംഭവിക്കില്ല. എന്നെ അത്ഭുതപ്പെടുത്താത്ത ദിവസങ്ങളേ ഇല്ലായിരുന്നു.
ഓരോ പ്രാവശ്യവും പ്രഭാതയെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോകുമ്പോഴെല്ലാം സംതൃപ്തി അടയാത്ത ദിവസങ്ങളെന്ന് പറഞ്ഞാല് ഇല്ലെന്ന് തന്നെ തീർത്തും പറയാം. അദ്ദേഹത്തിന്റെ കഥക് തുറക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നറിയില്ല. പ്രഭുപാദ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള മറ്റു ഗുരുക്കന്മാരെ പോലെ അല്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിനും ജീവിതത്തിലും ഒരു വ്യത്യാസവുമില്ല. അദ്ദേഹം തന്റെ ഉള്ളിലുള്ള സ്നേഹം ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും പകർന്നു നൽകി. ആ സ്നേഹമാണ് അദ്ദേഹത്തെ എല്ലാവരിലും വ്യത്യസ്തനാക്കിയത്. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യവും. അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെയും സ്നേഹിക്കാം. എന്റെ എത്രയും പ്രിയപ്പെട്ട ശിഷ്യരെ, എനിക്ക് ചില സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഒരുപാട് അവശതകളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ സംരംഭം ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞാൻ എവിടെയായിരുന്നാലും എന്റെ മനസ്സ് ആ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. വൃന്ദാവനം, ഇന്ത്യ, 1977. ശാരീരികമായി അദ്ദേഹം ക്ഷീണിതനായിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ ചിന്തകളെ ഒരിക്കലും തളർത്തിയിരുന്നില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു വ്യക്തി എന്ന് പറയുന്നത് കേവലം ശരീരം മാത്രമല്ല. അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ ഭാഗവതം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ശാശ്വതമായ ജീവിതം ലഭിച്ചിരിക്കുന്നു. ഈ ശാശ്വതമായ ജീവിതത്തില് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത്. ആവശ്യത്തിലധികം ശക്തിയും കിട്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് തനിയെ വെറും ഈ കൈത്താളങ്ങൾ മാത്രമാണ് എടുത്തിട്ട് വന്നത്. പക്ഷെ ഇപ്പോഴോ നിങ്ങൾ ഒരുപാട് പേര് ഹരേകൃഷ്ണ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ വിജയം. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം തന്നെ കൃഷ്ണന്റെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഈ ഉണർവ് തന്നെയാണ് ശരിയായ കൃഷ്ണകടാക്ഷം. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ 1977 നവംബർ 14 ഇഹലോകവാസം വെടിഞ്ഞു. 12 വർഷത്തിൽ 14 പ്രാവശ്യം ലോകം ചുറ്റി സഞ്ചരിച്ചു. 6 രാജ്യങ്ങളിൽ 108 അമ്പലങ്ങളും കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകരെയും സൃഷ്ടിച്ചു. 25 ഭാഷകളിലായി 6 കോടി പുസ്തകങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. വെറും മുന്നറിയിപ്പ് മാത്രമായിരുന്ന കൃഷ്ണന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് 820 ക്ഷേത്രങ്ങൾ, കർഷക സമൂഹങ്ങൾ, ഭോജനശാലകൾ, സ്കൂളുകളും കോളേജുകളും, 87 ഭാഷകളിൽ 52 കോടി പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട് ഇന്ന് പ്രചാരത്തിലുണ്ട്. 30 ലക്ഷം സസ്യാഹാരം ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്.